ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ അടുത്ത നാമം ഇങ്ങനെയാണ്: സർവാരുണ അനവധ്യാംഗി സർവാഭരണഭൂഷിത. 3 നാമങ്ങളാ. അല്ല, ആദ്യത്തെ പറയണു സർവാരുണ, സർവം എല്ലാം അരുണമാണ്, ചുമപ്പ് നിറമാണ് ദേവിക്കെന്ന് പറയാം. ഈ ദേവിക്കൊരു പ്രത്യേകതയുണ്ട്. ദേവിയുടെ ഒരു നാമമുണ്ട് ലജ്ജ. ദേവി കുറച്ച് ലജ്ജിക്കുന്ന ഭഗവതിയാണ്. അപ്പോൾ ലജ്ജിക്കുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കുക? ദേവിയുടെ കവിൾത്തടങ്ങളുണ്ടല്ലോ ഇങ്ങനെ ചുവന്ന നിറത്തിൽ വരും. അതാണ് അരുണ. ആ നിറമാണ് അരുണ നിറം. അപ്പോൾ ദേവി മനസ്സിൽ കാണുമ്പോൾ ദേവിയുടെ ലജ്ജിക്കുന്ന ഒരു മുഖം നമ്മൾ മനസ്സിൽ കാണണം. പക്ഷേ ദേവി, അപ്പോൾ നമ്മൾ മനസ്സിലുള്ള ഒരു കാര്യമാണ്, ദേവിയിലേക്ക് അടുക്കാൻ കുറച്ച് എളുപ്പമാണ്. ദേവി കുറച്ചൊരു കുലീനമായുള്ള ദേവിയാണ്, കുറച്ച് ലജ്ജിക്കുന്ന ദേവിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കുറച്ച് അപ്രോച്ച് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് സാക്ഷാൽ ലളിതാ മഹാ ത്രിപുരസുന്ദരിയിലേക്ക്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ദേവി മഹാരാജ്ഞി കൂടിയാണ്. ദണ്ഡനം ശിക്ഷിക്കാൻ അധികാരമുണ്ട്. എന്ന് വെച്ചാൽ നേർവഴിക്ക് ഭഗവതി നമ്മളെ നയിക്കും, അല്ല ശിക്ഷിക്കുമെന്നൊന്നുമില്ല. ശിക്ഷിക്കുന്നത് നമ്മളെ നേർവഴിക്ക് നയിക്കലാണ്. നമ്മുടെ പാദം മുന്നോട്ടേക്ക് ഭഗവതി കറക്റ്റ് ചെയ്ത് തരും. ദേവിയുടെ ഗുരുവായിട്ടും അമ്മയായിട്ടും രാജ്ഞിയായിട്ടും ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീ മത്സിംഹാസനേശ്വരി, ആ തലത്തിലേക്ക് ഭഗവതി ഉയർന്നു വരും. നന്ദി, നമസ്തേ.